ഹ്യുക്സോന് ഇഷ്ടപ്പെട്ട ഫുഡൊക്കെ അമ്മ ഉണ്ടാക്കി വെച്ചിട്ടുണ്ടായിരുന്നു. ഈജയും ഇപ്പോൾ ആ ഒരു ലൈഫുമായിട്ട് പൊരുത്തപ്പെട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. അവനങ്ങനെ ഫുഡൊക്കെ കഴിച്ചുകൊണ്ട് ഹ്യുക്സോന്റെ അമ്മേനെ നോക്കി കഴിയുമ്പോഴത്തേക്കും അവന്റെ തന്നെ സ്വന്തം അമ്മ മുമ്പിൽ വന്നിരിക്കുന്നതായിട്ടാണ് അവന് തോന്നുന്നത്. അങ്ങനെ രാത്രി അമ്മേനെ കോൾ ചെയ്യണമെന്നൊക്കെ അവന് തോന്നുന്നുണ്ടെങ്കിലും അമ്മനെ വിളിക്കുവാനായിട്ടുള്ള ധൈര്യമൊന്നും അവനുണ്ടായിരുന്നില്ല. ജിൻസാങ്ങും അവനോട് 50,000 വോണൊക്കെ നാളെ കൊണ്ടുവരുവാനായിട്ട് ആവശ്യപ്പെടുകയാണ്. ഹ്യുക്സോ എഴുതിയിട്ടുണ്ടായിരുന്ന ആത്മഹത്യക്കുറിപ്പൊക്കെ വായിച്ചു നോക്കുന്ന ഈജയും കൂടുതലായിട്ടൊക്കെ അവനെ മനസ്സിലാക്കുകയാണ്. അതായത് ജിൻസാങ് പണമൊക്കെ വേണമെന്ന് ഹിക്സോനോട് പറയുമായിരുന്നല്ലോ. അവനും അമ്മയുടെ ഓരോരോ കള്ളമൊക്കെ പറഞ്ഞിട്ടായിരുന്നു അമ്മയുടെ കയ്യിൽ നിന്നും പണമൊക്കെ മേടിച്ചുകൊണ്ട് പോകുന്നത്. അങ്ങനെ ജീവിക്കുന്നതൊക്കെ ഓർക്കുമ്പോഴത്തേക്കും ആയിരുന്നു അവന് ഏറ്റവും കൂടുതൽ കുറ്റബോധം തോന്നിയിട്ടുണ്ടായിരുന്നതും. അവരുടെ കൂടെ സ്ട്രോങ് ആയിട്ടുള്ള ഒരു ബുള്ളിയൊക്കെ ഉണ്ടായിരുന്നല്ലോ. അവനെ വെച്ച് ഒരു കളിയൊക്കെ അങ്ങ് കളിച്ചാലോ എന്ന് ഈജയ്ക്കും തോന്നുകയാണ്. സ്ട്രോങ് ആയിട്ടുള്ള ബുള്ളി ബാത്റൂമിലൊക്കെ പോകുന്ന സമയത്ത് ഈജയും അവന്റെ അടുത്തായിട്ട് വന്ന് നിൽക്കുന്നു. ഞാൻ തല്ലിയാൽ പോലും തോറ്റുപോകുന്ന ഒരാളാണ് ജിൻസാങ്. അങ്ങനെയുള്ള ജിൻസാങ് നിന്നെ തല്ലുന്നതൊക്കെ ഞാൻ കണ്ടിട്ടുണ്ടായിരുന്നല്ലോ. നീയാണ് കൂട്ടത്തിലെ ഏറ്റവും സ്ട്രോങ് ആയിട്ടുള്ള ആള്. അങ്ങനെയുള്ള നീ എന്തിനാണ് ജിൻസാങ്ങിന്റെ തല്ലൊക്കെ കൊള്ളുന്നത്? ജിൻസാങ് പറയുന്ന ഒരു കാര്യവും നീ കേൾക്കാതെയൊക്കെ ഇരിക്കുകയാണെങ്കിൽ നിനക്ക് ആ ഒരു കൂട്ടത്തിലെ ബോസായി മാറുവാൻ സാധിക്കുമെന്നൊക്കെ ആയിരുന്നു അവന്റെ അടുത്ത് ഈജ പറയുന്നത്. പക്ഷെ താൻ അങ്ങനെ ചെയ്യുന്നതിന് പിന്നിൽ ഒരു കാരണമുണ്ടെന്നൊക്കെ പറഞ്ഞ് അവനൊരു കാര്യം പറയുവാനായിട്ട് തുടങ്ങുമ്പോഴത്തേക്കും ജിൻസാങ്ങും പെട്ടെന്ന് തന്നെ ബാത്റൂമിലേക്കൊക്കെ കയറി വരുന്നു. ജിൻസാങ് സ്ട്രോങ് ആയിട്ടുള്ള ആ ഒരു ബുള്ളിനെ തല്ലുന്നുമുണ്ട്. ആ ബുള്ളിയും ഈജയോട് മറ്റൊരു കാര്യത്തെക്കുറിച്ച് പറയുകയാണ്. അതായത് ജിൻസാങ്ങിന്റെ ഒരു ഫ്രണ്ട് ഉണ്ട്. ആ ഫ്രണ്ടാണ് ഈ ഒരു ഏരിയയിലെ തന്നെ ഏറ്റവും സ്ട്രോങ്ങസ്റ്റ് ആയിട്ടുള്ള ആള്. അയാൾ ടൈക്കോണ്ടോ പോലും പഠിച്ചിട്ടുള്ള ഒരാളാണ്. പക്ഷെ ജിൻസാങ് ആകട്ടെ അയാളുടെ കൂടെ നഴ്സറി സ്കൂളിലേക്ക് ഒന്നിച്ച് പഠിച്ചിട്ടുണ്ടായിരുന്നു. ഈ ബുള്ളിയും സ്കൂളിലെ തന്നെ സ്ട്രോങ്ങസ്റ്റ് ആയിട്ടുള്ള ആളാണെങ്കിലും ഏരിയയിലെ സ്ട്രോങ്ങസ്റ്റ് ആയിട്ടുള്ള ആളുടെ അടുത്ത് പിടിച്ചു നിൽക്കുവാനായിട്ട് തനിക്ക് സാധിക്കുകയില്ല എന്ന കാര്യമൊക്കെ ഈജയോട് തുറന്നു പറയുകയാണ്. അപ്പോൾ തനിക്ക് വെറുതെ ഒന്നും ചെയ്യുവാനായിട്ട് സാധിക്കുകയില്ല. ഒരു വലിയ പദ്ധതി തന്നെ കണ്ടെത്തേണ്ടതായിട്ടുണ്ടെന്ന് ഈജയും സ്വയം പറയുന്നു. ഈജയും നൂഡിൽസ് ഒക്കെ കഴിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് ജിൻസാങ് വെറുതെ വന്ന് അവനെ ശല്യം ചെയ്തിട്ട് പോകുന്നു. പക്ഷേ ഈജെ കയ്യിലുണ്ടായിരുന്ന ആ ഒരു നൂഡിൽസ് മുഴുവനായിട്ട് അവന്റെ തലവഴി ഒഴിക്കുകയും നീ ഈ ഫുഡൊക്കെ മര്യാദയ്ക്ക് കഴിച്ചോ എന്നൊക്കെ പറഞ്ഞിട്ട് അവിടെ നിന്ന് ഓടുകയും ചെയ്യുകയാണ്. അത്രയും കുട്ടികളുടെ മുമ്പിൽ താൻ നാണം കെട്ടത് കൊണ്ട് തന്നെ ജിൻസാങ്ങും ബുള്ളിയോട് നീ പോയി അവനെ പിടിച്ചോണ്ട് വാ എന്നൊക്കെ പറയുന്നുണ്ട്. എനിക്ക് നല്ലതുപോലെ തന്നെ വിശക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഞാൻ ഫുഡ് കഴിക്കുവാനായിട്ട് ഇരിക്കുകയാണ്. നിനക്ക് വേണമെങ്കിൽ നീ പോയി പിടിച്ചോ. പിന്നെ അവനെ പിടിക്കുവാൻ പോകുന്നതിന് മുമ്പ് നീ ഒന്ന് കുളിച്ചിട്ടൊക്കെ പോകുന്നത് നല്ലതായിരിക്കുമെന്നൊക്കെ അവൻ പറയുമ്പോഴത്തേക്കും ജിൻസാങ്ങിന് കൂടുതൽ നാണക്കേടാക്കുകയാണ് ചെയ്യുന്നത്. ജിൻസാങ്ങിന്റെ ലവറും ആ ഒരു കൂട്ടത്തിലൊക്കെ ഉണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ അവൻ മൊത്തത്തിൽ നാണം കെട്ടു പോകുന്നു. എന്റെ കയ്യിൽ ഒരു പ്ലാൻ ഉണ്ട്. ഞാൻ എന്ത് ചെയ്താലും നീ ഇടപെടാതിരിക്കണം. അങ്ങനെയാണെങ്കിൽ നിനക്കും ആ ഒരു സീനിയറിന്റെ അടുത്ത് നിന്ന് രക്ഷപ്പെടുവാനായിട്ട് സാധിക്കുമെന്നൊക്കെ നേരത്തെ ഈജ പറഞ്ഞിട്ടുണ്ടായിരുന്നത് കൊണ്ടാണ് ഇപ്പോൾ ഇവനും ഇതുപോലെയൊക്കെ പെരുമാറിയിട്ടുണ്ടായിരുന്നത്. ജിൻസാങ്ങും സീനിയറിന്റെ അടുത്ത് ചെന്നിട്ട് അവനെ ഒരു പാഠം പഠിപ്പിക്കണമെന്നൊക്കെ പറഞ്ഞ് കഴിയുമ്പോഴത്തേക്കും സീനിയറും ഒരു കൂട്ടം ആൾക്കാരുമായിട്ട് സ്കൂളിലേക്കൊക്കെ പോകുകയാണ്. ഈജയാകട്ടെ ഒരു വെബ്റ്റൂണൊക്കെ വായിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. അപ്പോഴാണ് ജിൻസാങ്ങും സീനിയറും ഒരു വലിയ ടീമും കൂടി ആ ഒരു ക്ലാസ്സിലേക്കൊക്കെ കയറി വരുന്നത്. അങ്ങനെ സ്ട്രോങ് ആയിട്ടുള്ള ബുള്ളീനെ ചെന്ന് കാണുന്ന സീനിയറും നീ ആയിരുന്നു അവന്റെ തലവഴി നൂഡിൽസ് ഒക്കെ ഒഴിച്ചിട്ടുണ്ടായിരുന്നതെന്ന് അവനോട് ചോദിക്കുകയാണ്. ബുള്ളിയും ഞാൻ ആയിരുന്നില്ല അങ്ങനെ ചെയ്തതെന്നൊക്കെ പറഞ്ഞ് നിൽക്കുമ്പോഴത്തേക്കും റിയൽ ആയിട്ട് നൂഡിൽസ് ഒക്കെ ഒഴിച്ചിട്ടുണ്ടായിരുന്ന ഈജയെ ചൂണ്ടി കാണിക്കുകയാണ് ജിൻസാങ്. അങ്ങനെ സീനിയറും ഈജയോട് സംസാരിക്കുവാനായിട്ട് നോക്കുമ്പോഴത്തേക്കും ഒരു പാവത്തനെ പോലെയൊക്കെ ആയിരുന്നു ഈജ ഇരുന്നിട്ടുമുണ്ടായിരുന്നത്. മാത്രമല്ല അവൻ ഒട്ടും തന്നെ ശക്തിശാലി ഒന്നും അല്ലല്ലോ. ഈ ഒരു കുഞ്ഞു കൊച്ചിനെ തല്ലുവാനായിട്ടായിരുന്നു ഏരിയയിലെ തന്നെ സ്ട്രോങ്ങസ്റ്റ് ആയിട്ടുള്ള ഈ ഒരു ടീമിനെ വിളിച്ചുകൊണ്ട് വന്നിട്ടുണ്ടായിരുന്നതെന്നൊക്കെ ഓർത്തിട്ട് ആ ഒരു ടീമിന് തന്നെ മൊത്തത്തിൽ നാണക്കേട് തോന്നുകയാണ്. ഇത്രയും ചെറിയ കാര്യമൊക്കെ നിനക്ക് തന്നെ ഹാൻഡിൽ ചെയ്താൽ പോരെ. ഇനി മേലാൽ എൻ്റെ ഫ്രണ്ടാണെന്ന് പറഞ്ഞ് നീ നടന്നേക്കരുതെന്നൊക്കെ പറഞ്ഞിട്ട് സീനിയറും അവനെ വഴക്ക് പറഞ്ഞിട്ട് പോകുന്നു. ഈജയുടെ ഐഡിയയും അത് തന്നെ ആയിരുന്നു. എന്തായാലും തൻ്റെ ഐഡിയ ഒക്കെ നടന്ന സന്തോഷത്തിൽ ഈജയും ഇരിക്കുന്നു. നിനക്ക് സീനിയറിന്റെ ഫ്രണ്ട്ഷിപ്പ് ഒക്കെ നഷ്ടപ്പെട്ടല്ലോ. അതുകൊണ്ട് തന്നെ ഇനി നിനക്കൊന്നും ചെയ്യുവാൻ സാധിക്കുകയില്ല എന്നൊക്കെ പറഞ്ഞ് ഈജ നിൽക്കുമ്പോഴത്തേക്കും ജിൻസാങ്ങും അവനെ തല്ലുവാനായിട്ടൊക്കെ തുടങ്ങുന്നു. പക്ഷെ ബുള്ളി ജിൻസാങ്ങിനെ തടഞ്ഞതിന് ശേഷം തിരിച്ച് ജിൻസാങ്ങിനെ തല്ലുകയാണ്. അങ്ങനെ ജിൻസാങ്ങും ആരുമല്ലാതായിരിക്കുന്നു. ഈജനെ സപ്പോർട്ട് ചെയ്തിട്ടുണ്ടായിരുന്ന ആ ഒരു ബുള്ളിയാണ് ഇപ്പോൾ ബുള്ളി ടീമിന്റെ തന്നെ ലീഡറായിട്ട് മാറിയിരിക്കുന്നത്. ആ ഒരു ദിവസത്തിന് ശേഷം ഈജനെ ആരും ബുള്ളി ചെയ്തിട്ടില്ല. എല്ലാവർക്കും അവന്റെ അടുത്തൊരു പേടിയായിരുന്നു ഉണ്ടായിരുന്നത്. ജിൻസാങ്ങിനെ പലപ്പോഴായിട്ട് കാണുന്ന ബുള്ളിയും അവനെ തല്ലിയിട്ടൊക്കെ പോകുന്നു. അങ്ങനെ വിഷമിച്ചു വരുന്ന ജിൻസാങ്ങും തന്റെ ലവർ കൂടി കൈവിട്ടു പോയെന്ന കാര്യമൊക്കെ മനസ്സിലാക്കുകയാണ്. ഇനി വളർന്ന് വലുതായി വന്നിട്ട് കുറെ പണമൊക്കെ ഉണ്ടാക്കണമല്ലോ എന്ന് ഓർത്തിട്ട് ഈജ ഇപ്പോഴേ ടെൻഷൻ അടിക്കുകയാണ്. അങ്ങനെ ഇരിക്കെ ജിൻസാങ്ങും മദ്യപിച്ചതിന് ശേഷം ഇതിനെല്ലാത്തിനും കാരണക്കാരൻ നീയാണെന്നൊക്കെ പറഞ്ഞിട്ട് അവന്റെ അടുത്തേക്ക് ചെല്ലുന്നു. നിനക്ക് ഇങ്ങനെയൊക്കെ സംഭവിച്ചതിന് പിന്നിലെ കാരണക്കാരൻ ഞാൻ തന്നെയാണ്. പക്ഷെ എനിക്കിങ്ങനെ സംഭവിച്ചതിന് പിന്നിലെ കാരണക്കാരൻ നീയാണ്. അതുകൊണ്ട് തന്നെ എല്ലാ കാര്യങ്ങളും തുടങ്ങി വെച്ചത് നീ തന്നെ ആയിരുന്നു എന്നൊക്കെ ഈജയും ജിൻസാങ്ങിനോട് പറയുന്നു. ഒരു ശ്രദ്ധയുമില്ലാതെ ഈജ നടന്നൊക്കെ വരുമ്പോഴത്തേക്കും ഒരു വണ്ടി അവനെ ഇടിക്കുവാനായിട്ടൊക്കെ തുടങ്ങുകയാണ്. പക്ഷെ എന്തോ ഭാഗ്യം കൊണ്ട് ആ ഒരു ഡ്രൈവർ അതിനു മുമ്പ് തന്നെ വണ്ടി നിർത്തിയിട്ടുണ്ടായിരുന്നു. അങ്ങനെ മരണത്തിൽ നിന്ന് രക്ഷപ്പെട്ട അവനും തിരിഞ്ഞു നോക്കി കഴിയുമ്പോഴത്തേക്കും
പെട്ടെന്ന് തന്നെ അവിടെ ജിൻസങ് എത്തിയിട്ടുണ്ടായിരുന്നു. ജിൻസങ്ങും കയ്യിലുണ്ടായിരുന്ന ഒരു ഇഷ്ടികയൊക്കെ വെച്ചിട്ട് അവൻ്റെ തലക്കിട്ടിരിക്കുന്നു. എല്ലാത്തിനും കാരണം നീയാണ്, നീ മരിച്ചാൽ എല്ലാം ശരിയാകും എന്നൊക്കെ പറഞ്ഞിട്ട് അവൻ്റെ തലക്കടിച്ച് അവനെ കൊല്ലുന്നു. അങ്ങനെ ഈജെ മൂന്നാമതായിട്ട് കയറിയ ആ ഒരു ശരീരത്തിന്റെ ഉടമയെ മരിച്ചിരിക്കുകയാണ്. ജിൻസങ് ഒരു കുട്ടീനെ മരിക്കുന്നതിന് തൊട്ട് വക്കിൽ വരെ എത്തി അത്രത്തോളം ബുള്ളി ചെയ്യിച്ചതാണ്. പക്ഷേ ഇപ്പോൾ ആ ഒരു കുട്ടി തിരിച്ചവനെ ഒറ്റത്തവണ ബുള്ളി ചെയ്തപ്പോഴത്തേക്കും അവൻ ആ കുട്ടീനെ കൊന്നു കളഞ്ഞിരിക്കുന്നു. എന്തൊരു വട്ടനാണ് അവൻ എന്നൊക്കെ പറഞ്ഞിട്ടാണ് ഇത്തവണ ഈജ സംസാരിക്കുന്നത്. പക്ഷെ മനുഷ്യരുടെ സ്വഭാവം ഇങ്ങനെയൊക്കെയാണെന്നായിരുന്നു മരണം അതിന് മറുപടി പറയുന്നത്. അവന് ഞാൻ വലിയൊരു ശിക്ഷ തന്നെ കൊടുക്കുന്നതായിരിക്കുമെന്നൊക്കെ പറഞ്ഞിട്ട് ഈജയും നിൽക്കുന്നു. ഈജ ചെയ്ത തെറ്റിനുള്ള ശിക്ഷയാണ് അവനിപ്പോൾ അനുഭവിച്ചുകൊണ്ടിരിക്കുന്നത്. അങ്ങനെയുള്ള നീയാണോ മറ്റൊരാളെ ശിക്ഷിക്കുവാനായിട്ട് പോകുന്നതെന്നൊക്കെ മരണവും അവനോട് ചോദിക്കുന്നു. നിനക്കെന്നെ നരകത്തിലേക്ക് അയക്കുവാനായിട്ടാണ് ആഗ്രഹമെങ്കിൽ അതങ്ങ് പറഞ്ഞാൽ പോരെ, എന്തിനാണ് എനിക്ക് വേണ്ടാത്ത പ്രതീക്ഷയൊക്കെ തന്നിട്ടുണ്ടായിരുന്നത്? ഞാൻ എത്രയൊക്കെ ശ്രമിച്ചിട്ടും എനിക്ക് ആരെയും രക്ഷിക്കുവാനായിട്ട് സാധിക്കുന്നില്ലല്ലോ എന്നൊക്കെ അവനും മരണത്തോട് പറയുന്നു. പക്ഷെ അവളും അപ്പോൾ തന്നെ അവനെ എടുത്ത് ഒറ്റയേറൊക്കെ എറിയുന്നു. നീ വിചാരിക്കുന്ന രീതിയിൽ ഞാൻ ഒരിക്കലും നിന്നെ പറ്റിക്കുവാനായിട്ട് ശ്രമിച്ചിട്ടില്ല, അതുകൊണ്ട് തന്നെ നീ എൻ്റെ അടുത്ത് മാന്യമായിട്ട് വേണം പെരുമാറുവാൻ എന്നൊക്കെ മരണവും അവനോട് പറയുകയാണ്. മാത്രമല്ല അവൻ്റെ മുഖത്തൊക്കെ ചവിട്ടി അരയ്ക്കുകയും ചെയ്യുന്നു. നീ ഏതെങ്കിലും ശരീരത്തിൽ കയറിയതിനു ശേഷം ആത്മഹത്യ ചെയ്യുകയാണെങ്കിൽ നീ നരകം കണ്ടിട്ടുണ്ടായിരുന്നല്ലോ, അതിനേക്കാളും വലിയൊരു ശിക്ഷയായിരിക്കും നിനക്ക് വേണ്ടി ഇവിടെ കാത്തിരിക്കുക എന്നൊക്കെ മരണവും അവനോട് പറയുന്നു. ഹ്യുൻസുവും ആത്മഹത്യയൊക്കെ ചെയ്യുവാനായിട്ട് ശ്രമിച്ചിട്ടുണ്ടായിരുന്നെങ്കിലും അവൻ്റെ യഥാർത്ഥത്തിലുള്ള മരണകാരണവും ഞാനും തമ്മിൽ യാതൊരു വിധത്തിലുള്ള ബന്ധവുമില്ല. നീ തിരഞ്ഞെടുത്തിട്ടുണ്ടായിരുന്ന ആ ഒരു ചോയ്സാണ് തെറ്റായി പോയിട്ടുണ്ടായിരുന്നത്, അതുകൊണ്ടാണ് അവൻ മരിച്ചതും. എന്തായാലും നീ പെട്ടെന്ന് തോറ്റുകൊടുക്കാനായിട്ട് പാടില്ല എന്നൊക്കെ അവൾ പറഞ്ഞു കഴിയുമ്പോഴത്തേക്കും കഷ്ടപ്പാടൊന്നുമില്ലാത്ത ഒരു ശരീരത്തിലേക്ക് എന്നെ അങ്ങ് കൊണ്ടുപോയിട്ടേക്ക്, അതാകുമ്പോഴത്തേക്കും നമുക്ക് രണ്ടുപേർക്കും എളുപ്പമായില്ലേ കാര്യങ്ങൾ എന്നൊക്കെയാണ് ഈജ ചോദിക്കുന്നത്. പക്ഷെ അങ്ങനെ ചെയ്താലും ഒരു രസമൊന്നും ഉണ്ടാക്കുകയില്ല. നീ ഒരിക്കലും വിചാരിക്കാത്ത വളരെ മോശമായിട്ടുള്ള മരണങ്ങൾ ഇനിയും ഉണ്ടെന്നൊക്കെ പറഞ്ഞിട്ട് മരണവും അവനെ വെടിവെച്ച് കൊല്ലുന്നു. അങ്ങനെ അവനും അവൻ്റെ നാലാമത്തെ ബോഡിയിലേക്ക് കടന്നിരിക്കുന്നു. ഇത്തവണ അവനും ശരിക്കും ഒന്നും തന്നെ കാണുവാനായിട്ട് സാധിക്കുന്നുണ്ടായിരുന്നില്ല. അവനെ ആകട്ടെ കുറച്ച് ഗ്യാങ്സ്റ്റേഴ്സ് ചേർന്നിട്ട് ഒരു കസേരയിൽ കെട്ടിയിട്ട് ഉപദ്രവിക്കുകയായിരുന്നു. അങ്ങനെ ഇരിക്കെ അവൻ്റെ മുഖത്തുണ്ടായിരുന്ന തുണിയൊക്കെ മാറ്റി കഴിയുമ്പോഴത്തേക്കുമാണ് എന്താണ് തൻ്റെ ചുറ്റും നടക്കുന്നതെന്നൊക്കെ അവനും കാണുന്നത്. ആ ടൈമിലെ മെയിനായിട്ടുള്ള ബോസ് ആകട്ടെ പെൺകുട്ടിയും പണവും എവിടെയാണെന്നൊക്കെ അവൻ്റെ അടുത്ത് ചോദിക്കുന്നു. ഏത് പെൺകുട്ടി, ഏത് പണം, അതൊക്കെ പോട്ടെ, ഞാൻ ആരാണെന്നുള്ള സംശയമൊക്കെ ആയിരുന്നു അവനുണ്ടായിരുന്നത്. അവൻ്റെ കണ്ണൊക്കെ കുത്തിപ്പൊട്ടിക്കുവാനായിട്ട് പോകുകയാണെന്നൊക്കെ പറഞ്ഞ് അവർ നിൽക്കുമ്പോഴത്തേക്കും എല്ലാ സത്യങ്ങളും ഞാൻ തുറന്നു പറയാമെന്നൊക്കെ പറഞ്ഞ് അവനും നിൽക്കുന്നു. എനിക്കൊന്നും ഓർത്തെടുക്കാനായിട്ട് സാധിക്കുന്നില്ല, നിങ്ങൾ എനിക്ക് കുറച്ച് സമയം തരികയാണെങ്കിൽ എല്ലാ കാര്യങ്ങളും ഞാൻ നിങ്ങളോട് പറയാമെന്നൊക്കെ പറഞ്ഞ് അവനും നിൽക്കുകയാണ്. അങ്ങനെ ഇരിക്കെ ആ ഒരു ബോസും നിന്റെ എല്ലാ ഓർമ്മകളും ഞാൻ തിരിച്ചു തരാമെന്നൊക്കെ പറഞ്ഞിട്ട് ഒരു ചുറ്റിക വെച്ച് അവനെ തല്ലുവാനായിട്ടൊക്കെ തുടങ്ങുന്നു. അപ്പോൾ ആ ഒരു ബോഡിയുടെ യഥാർത്ഥത്തിലുള്ള ഓണറിന്റെ ഓർമ്മകളും അവന്റെ ഉള്ളിലേക്ക് വരുന്നു. അയാളുടെ പേര് ചൂഹൺ എന്നാണ്. അയാളും ഒരു ഫിക്സർ ആയിട്ടാണ് വർക്ക് ചെയ്യുന്നത്. അതായത് കുറെ അധികം ക്ലയൻസ് ഒക്കെ ഓരോരോ ദൗത്യങ്ങളൊക്കെ ഒരു ഗ്യാങ്ങിനെ ഏൽപ്പിക്കും. ആ ഒരു ഗ്യാങ്ങിന്റെ ഭാഗമാണ് ഇവനും. ക്രിമിനൽസിന്റെ ഒക്കെ സീക്രട്ട് ആയിട്ടുള്ള വലിയൊരു ഓർഗനൈസേഷനാണ് അത്. ക്ലയൻസിന്റെ പ്രോബ്ലംസ് ഒക്കെ ഫിക്സ് ചെയ്യുമെന്നാണ് അവൻ പറയുന്നതും. യഥാർത്ഥത്തിൽ പറയുകയാണെങ്കിൽ ഈ ഒരു ഗാങ്സ്റ്റേഴ്സിന്റെ അടുത്തേക്ക് ആരുടെയെങ്കിലും ഫോട്ടോയൊക്കെ ക്ലയൻസ് അയക്കുകയാണെങ്കിൽ ആ ഒരാളെ തീർത്ത് കളയുകയാണ് ഇവരുടെ ശരിക്കുമുള്ള ഡ്യൂട്ടി. അങ്ങനെ ഇരിക്കെ ക്ലബിൽ വെച്ച് കണ്ടിട്ടുണ്ടായിരുന്ന ഒരു പെൺകുട്ടിയുടെ അടുത്ത് അവനൊരു ഇഷ്ടമൊക്കെ തോന്നുകയാണ്. ആ പെൺകുട്ടി കയറിയിട്ടുണ്ടായിരുന്ന റൂമിലേക്ക് പിന്നീട് അവൻ കയറി നോക്കി കഴിയുമ്പോഴത്തേക്കും അവളെ ആകെ ഉപദ്രവിച്ചൊക്കെ ഇട്ടിരിക്കുന്ന കാഴ്ചയായിരുന്നു അവൻ കാണുന്നത്. അവൾക്കിനിയും ഇവിടെ താമസിക്കുവാനായിട്ട് താല്പര്യമില്ല എന്നൊക്കെ പറയുന്നത് കൊണ്ട് തന്നെ അവളെയും കൊണ്ട് നാട് കടക്കുവാനായിട്ട് അവൻ പ്ലാൻ ചെയ്യുന്നു. ബോസ് അറിയാതെ ബോസിന്റെ ഒരു 10 ബില്യനൊക്കെ അടിച്ചുകൊണ്ട് പോകുന്ന അവനും ആരും അറിയാത്തൊരു സ്ഥലത്തേക്ക് അത് ഭദ്രമായിട്ട് വയ്ക്കുന്നു. പിന്നീട് അവളെയും കൊണ്ട് നാട് വിടാമെന്നൊക്കെ വിചാരിക്കുന്ന സമയത്തായിരുന്നു ഈ ഒരു ഗാങ് ഇവനെ പിടികൂടിയിട്ടുണ്ടായിരുന്നത്. ഇത്രയുമായിരുന്നു ഫ്ലാഷ് ബാക്ക്. ഇനി ഈജയ്ക്ക് ഒരാളുടെ ഓർമ്മകൾ മാത്രമല്ല അയാളുടെ കഴിവുകൾ കൂടി കിട്ടുന്നതാണ്. അങ്ങനെ ഇരിക്കെ ഈ ഒരു വ്യക്തി വളരെയധികം സ്ട്രോങ് ആയിട്ടുള്ള ഒരാളായിരുന്നത് കൊണ്ട് തന്നെ അത്രയും പേരെ ഇടിച്ചിടുവാനായിട്ടൊക്കെ അവന് സാധിക്കുന്നു. ലൈറ്റൊക്കെ ഓഫാക്കി അത്രയും പേരെ ഇടിച്ചിട്ടതിന് ശേഷം കണ്ണാടി നോക്കുന്ന അവനും ഇപ്പോൾ താൻ കയറിയ ശരീരത്തിന്റെ ഉടമയൊക്കെ എത്രത്തോളം പവർഫുൾ ആണെന്നുള്ള കാര്യമൊക്കെ മനസ്സിലാക്കുകയാണ്. അപ്പോൾ ഈ ഒരു സീനോട് കൂടി ഈ വീഡിയോ അവസാനിപ്പിക്കുകയാണ്. അടുത്തൊരു വീഡിയോ ആയിട്ട് ഇത്രയും വേഗം കാണാം. ബൈ.